അവരുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് നമുക്ക് തോന്നി. നമ്മൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുത്തു. ഫോറൻസിക്കുകാർ വരുന്നതിന് മുന്നേ ഇവർ രാത്രി തന്നെ ഡ്രസ്സ് കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകാർ. അവിടെ ചെന്നപ്പം വനിതാ പോലീസ് മനക്കുട്ടനോട് പറഞ്ഞു ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അപ്പം ബൈക്ക് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ മാറിയാണ് ഇവൻ്റെ മൃതദേഹം കിട്ടിയ. കൂടെയുള്ള ആൾ ബൈക്കിൻ്റെ അടുത്ത്. നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടിയിട്ടില്ല, CCTV ചെക്ക് ചെയ്യുക, ഇതാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഹെൽമറ്റ് കുടുങ്ങിയിട്ടില്ല, ചെരുപ്പ് അവിടെ ബൈക്കിൻ്റെ അവിടെ കിടക്കുന്നു. പാൻ്റെ കുടുങ്ങിയാൽ ഈ 2.5 കിലോമീറ്റർ വലിച്ചുകൊണ്ട് പോകുകയില്ല. മറ്റേ പുറകിലുള്ള കൊച്ചിന് ഒന്നും പറ്റിയിട്ടില്ല, കൈക്ക് ചെറിയ പൊട്ടലുണ്ടത്, പക്ഷെ അവനൊന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പെൺസുഹൃത്തായിട്ടൊരു കൂട്ടുണ്ടായിരുന്നു. ആ പെൺസുഹൃത്ത് ഒരു മാല കൊടുത്താൽ നമ്മൾ അടക്ക് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയുന്നത്. പോയതാന്ന് എന്താ പറ്റിയെന്നറിയില്ല. നമസ്കാരം. 2 മാസം മുൻപ് 23-കാരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മെയ് 10 രാത്രി 11 മണിയോടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്ക് സമീപം കരിയിലക്കാലത്ത് വെച്ചാണ് ബൈക്ക് അപകടത്തിൽ മണിക്കുട്ടൻ എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ബൈക്ക് കിടന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരം മാറിയാണ് മണിക്കുട്ടൻ കിടന്നതെന്നും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഒപ്പം യാത്ര ചെയ്ത യുവാവിന് കാര്യമായ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചില്ല. ഈ താഴെ വന്നപ്പം തന്നെ ഇവിടെയുള്ള ആൾക്കാർ നിൽക്കുന്ന കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായില്ല, കുറച്ച് പോയതാന്ന്. എന്താ പറ്റിയെന്നറിയില്ല. വായിക്കാത്തുണ്ടാന്ന പറഞ്ഞു. പിന്നെ അന്നേരം തന്നെ അവൻ്റെ ജീവൻ പോയാൽ ആശുപത്രി എത്തുമ്പം ജീവൻ 1% ഉള്ളെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ അന്ന് പിറ്റേ ദിവസം രാവിലെ തിങ്കളാഴ്ച രാവിലെ 8 മണിയാകുമ്പോഴത്തേനും ബോഡി നന്നാക്കാൻ പോസ്റ്റ്മോർട്ടത്തിന് കോട്ടയത്തിന് കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് ഇവർ രാവിലെ തന്നെ ചെന്നു. അവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ ആയിട്ട് ചെന്നിട്ട് പിന്നെ അന്നേരം ഒന്നും കൊടുത്തില്ല. അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് 11 മണി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോഡി കൊടുക്കുന്നത്. എന്നിട്ടാണ് മെഡിക്കൽ കോളേജിന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്. ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തതയില്ല. എങ്ങനെ അപകടം ഉണ്ടായെന്നുള്ളത് വ്യക്തമായിട്ടില്ല. നമ്മൾ ഇത് ഇവിടുത്തെ ഈരാറ്റുപേട്ട പോലീസുകാർ അവരുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് നമുക്ക് തോന്നി. അത് കാരണം നമ്മൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുത്തു. എന്നിട്ടും അതിൻ്റെ പരാതി കിട്ടിയെന്ന് കോട്ടയം DSP നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷെ അവർ അന്വേഷണത്തിനായിട്ട് ഇതുവരെ വന്നിട്ടില്ല. മേലുകാവ് പോലീസ് സ്റ്റേഷന് ഞാനും മണിക്കുട്ടനും കൂടെ ചെന്നപ്പം വനിതാ പോലീസ് മണിക്കുട്ടനോട് പറഞ്ഞു നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അപ്പോൾ അവർ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ. അപ്പം അവരവിടെയുള്ള അടുത്തോളം കാലം ഞങ്ങൾക്ക് അവിടുന്ന് നീതി കിട്ടിയല്ല ഈ കേസിന്. എൻ്റെ കൊച്ചിൻ്റെ അപകട മരണമെന്ന് പറഞ്ഞ് അത് നീതി കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിയുന്നത്. ആക്സിഡൻ്റ് അല്ല, സംശയമുണ്ട്, ഫോറൻസിക് പറഞ്ഞു. ഇവിടെ നന്മക്കൂട്ടം എന്ന് പറഞ്ഞ ആൾക്കാർ അവരെ സൺറൈസ് ഹോസ്പിറ്റൽ ഈരാറ്റുപേട്ടയിലുള്ള അവിടെ എത്തിച്ചെന്ന് പറഞ്ഞത്. അവർ കൊണ്ട് എത്തിച്ചിട്ട് പിറ്റേ ദിവസമായപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു ചെറിയ ഡൗട്ടുണ്ട്, ഫോറൻസിക്കുകാർ വരട്ടെ എന്നിട്ട് ബാക്കി ചെയ്താൽ മതിയെന്ന്. ഫോറൻസിക്കുകാർ വരുന്നതിന് മുന്നേ ഇവർ രാത്രി തന്നെ ഡ്രസ്സ് കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകാർ. അതിൻ്റെ പേരിൽ കുറച്ച് സമയവും വൈകി, പോസ്റ്റ്മോർട്ടം കിട്ടാൻ നല്ല വൈകിയായിരുന്നു. അത് നമുക്കൊരു ഡൗട്ട്. പിന്നെ ഇവൻ അപകടം നടന്ന ബൈക്ക് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ മാറിയാണ് ഇവൻ്റെ മൃതദേഹം കിട്ടിയ. കൂടെയുള്ള ആൾ ബൈക്കിൻ്റെ അടുത്തും. അപ്പം നമുക്ക് മൊത്തം ഡൗട്ട് എങ്ങനെ അവൻ അവിടെ വന്നു. അതൊക്കെ ഇതുവരെ പോലീസുകാർ കണ്ടു. പോലീസുകാർ പറയുന്നത് വേറെ വണ്ടി വലിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്.
പക്ഷേ അത് നമുക്കൊരു ഇത് വരുന്നില്ല, വിശ്വാസം വരുന്നില്ല. വേറെ വണ്ടി പിടിച്ചാൽ ഇതുവരെ ഇപ്പം 2 മാസത്തോളം 2 മാസം കഴിഞ്ഞു. ഈ 2 മാസമായിട്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അതും ഒരു ഇതായിട്ട് നമ്മൾ ഇരിക്കും. ഇതുവരെ അവരുടെ ഭാഗത്ത് നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടിയിട്ടില്ല, CCTV ചെക്ക് ചെയ്യുക, അതാ ഇതാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം അവൻ്റെ കാര്യത്തിൽ ഒരു ദുരൂഹതയാണ്. എങ്ങനെയാണെന്ന് ഇതുവരെ ആരും ഒന്നും, നമ്മളതുകൊണ്ട് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ദേഹത്ത് ഫുള്ള് മുറിവുണ്ട്, ഒരു 10-41 മുറിവുണ്ട്. പക്ഷേ ഇത് വണ്ടി വലിച്ചുകൊണ്ട് പോയതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഹെൽമറ്റ് കുടുങ്ങിയിട്ടില്ല, ചെരുപ്പ് അവിടെ ബൈക്കിൻ്റെ അവിടെ കിടക്കുന്നു. പാൻ്റെ കുടുങ്ങിയാൽ ഈ 2.5 കിലോമീറ്റർ വലിച്ചുകൊണ്ട് പോകുകയില്ല. ഇതാണ് നമ്മൾ സംശയിക്കാനുള്ള കാരണം. ഹെൽമെറ്റ് തലയിലുണ്ട്, അവനെ കിട്ടുമ്പോൾ ഹെൽമെറ്റ് തലയിലുണ്ട്. ഹെൽമെറ്റ് ഉരഞ്ഞിട്ടുണ്ട്, പുറകുവശം ഫുള്ള് ഉരഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റിൻ്റെ. മറ്റേ പുറകിലുള്ള കൊച്ചിന് ഒന്നും പറ്റിയിട്ടില്ല, കൈക്ക് ചെറിയ പൊട്ടലുണ്ടെന്ന് പറയും. പക്ഷെ അവനൊന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. അതാണ് അവനൊന്നും പറ്റാത്ത സ്ഥിതിക്ക് എന്താ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ നമുക്ക് എങ്ങനെയും. പുതിയ ബൈക്കായിരുന്നു? പുതിയ ബൈക്കായിരുന്നു. ഒരു മെയ് മെയില് ഏപ്രിൽ ഒരു 22-24 ആ ഒരു സമയത്തിന്. പിന്നെ ഒരു 2-3 ആഴ്ച ആയിട്ടില്ല. എന്താണ് ജോലി മണിക്കൂറിന്? അവന് മേലാവിലൊരു കടയിൽ നിൽക്കും, ഒരു പച്ചക്കറി കടയിൽ നിൽക്കുമായിരുന്നു. കുടുംബമൊക്കെ നോക്കുന്നതാണോ? കുഴപ്പമില്ല. അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക, കിഡ്നിക്ക് പ്രശ്നമായിട്ട്. ഒരു 2 വർഷമായിട്ട് ചെയ്യുക. അമ്മയുടെ കൂടത്തിൽ പോകുകയൊക്കെ ഇവനായിരുന്നു. എപ്പോഴും കൂടത്തിൽ പോകാൻ ഒരാൾ വേണം. ആഴ്ച 2 ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരാളായിരുന്നു. അപ്പം നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. മണിക്കൂറിൻ്റെ കൂട്ടുകാരെ പറ്റിയൊക്കെ അറിയാമോ? ചില കൂട്ടുകാർ 2-3 കേസിൽ അവനെ പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് മേലാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതാ SIയുടെ കൂട്ടുകാരായിരുന്നു, പിള്ളേരായിരുന്നു. അവരുമായിട്ട് ചെറിയ കൂട്ടുകാരായിട്ട് ഇതിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവൻ ചെയ്യാത്ത കുറ്റം അതിന് നമ്മൾ നേരെ കോടതിയിലൊക്കെ പോയായിരുന്നു. അതിൻ്റെ ഇതിൽ നിന്ന് അത് തീർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഒരു പെൺസുഹൃത്തായിട്ടൊരു കൂട്ടുണ്ടായിരുന്നു. ആ പെൺസുഹൃത്ത് ഒരു മാല കൊടുത്താൽ, നമ്മൾ അടക്ക് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയുന്നത്. ആ മാല കൊടുത്ത് വിറ്റതിനെ പറ്റി ചെറിയ രീതിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ചില ശത്രുക്കളുണ്ടായിരുന്നെന്ന് നമുക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ കാര്യമായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. ആ രീതിയിലും സംശയിക്കേണ്ടി വരുവാണ് ഇപ്പം എല്ലാം കൊണ്ടും. CCTV എല്ലാം പരിശോധിച്ചിരുന്നു അന്നലത്തെ അപകടത്തിൻ്റെ? പോലീസ് പറഞ്ഞിരുന്നുണ്ടോ? CCTV പരിശോധിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഒരു പിക്കപ്പിൻ്റെ 2 ഫോട്ടോ അയച്ചു. അത് ബ്ലറായിട്ടുള്ള ഫോട്ടോ, പക്ഷെ അതിലൊന്നും മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് അന്നത്തെ ദിവസം 2 വലിയ മഴ പെയ്തു, കറണ്ടില്ല, അങ്ങനെയൊക്കെ അവർ പറയുന്നത്. ആ പറയുന്നതിൽ ഒരു 8 ക്യാമറ ഏരിയയിലുണ്ട്. അതിൽ നിന്നൊന്ന് പിന്നെ ആ ബൈക്ക് കിടന്ന തൊട്ടടുത്തൊരു വീട് പണിയുന്നുണ്ട്. ആ വീട്ടിലെ ക്യാമറ പരിശോധിച്ചിട്ടും അവരങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്, പക്ഷെ അപകടത്തിൻ്റെ ഇല്ല. അതെന്താ അങ്ങനെ വരുന്നതെന്ന് ഇവർ പറയുന്നത്. മഴയും കറണ്ടും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് മറുപടി വന്നോ? മുഖ്യമന്ത്രിക്ക് ഒരു മാസത്തോളമായിട്ട് നമുക്ക് അവിടെ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, പരാതി കിട്ടിയിട്ടുണ്ടെന്ന്, ഇന്ന ആളെ അന്വേഷിക്കുന്നതെന്നും പറഞ്ഞിട്ട്. അത്രമാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ നിന്ന് വിളിക്കുകയോ എടുക്കുകയോ വേറെ ഒന്നും ചെയ്തില്ല. ഇവൻ്റെ ഫോൺ കൊണ്ടേ കൊടുത്തിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് ആ ഫോണിൻ്റെ ഇത് ചെക്ക് ചെയ്യാൻ പോലും തോന്നി. അന്നത്തെ ഡേറ്റിലെ കോള് മാത്രമേ അവർ പരിശോധിച്ചിട്ടുള്ളൂ. ഒരു 3-4 പേരെ വിളിപ്പിച്ചു അന്ന് ദിവസം, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നാണല്ലോ ഈ മണിക്കൂട്ടൻ വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ആരെങ്കിലും കാണുമോ, സംസാരിക്കുകയോ ചെയ്തായിട്ട് പോകും കേട്ടോ? സംസാരിക്കുക ഇവൻ്റെ കൂടത്തിലുണ്ടായിരുന്ന ചെറുക്കൻ നമ്മൾ നേരിട്ട് വിളിച്ച് അവൻ കോളൊന്നും എടുക്കത്തില്ല. ഞാൻ ഇവൻ്റെ വേറൊരു കൂട്ടുകാരനെ കൊണ്ട് വിളിച്ച് കോൺഫറൻസിലിട്ട് കേട്ട കാര്യമാണ്. അവൻ പറഞ്ഞു, ഇവർ ഈരാറ്റുപേട്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ അപകടം നടക്കുന്നതിന് മുന്നേ പോരാൻ ബൈക്കിൽ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ബൈക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ബൈക്ക് നല്ല ബൈക്കാണല്ലോ, ഇഷ്ടപ്പെട്ടു, എനിക്ക് തരുവാണെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ കൈ വെച്ച് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് കൊടുക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈക്കൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പിരിച്ചൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എന്തോ ബ്രേക്കിൻ്റെ എന്തോ കുറവാണല്ലോ, സൂക്ഷിച്ചു പോയില്ല, അപകടം പറ്റും കേട്ടോ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞത് ഇവൻ പറയുന്നത് ഞാൻ കേട്ടു. ഇവനിത് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇവന് നന്നായിട്ട് കാര്യങ്ങൾ അറിയാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇവന് ബാക്കിയെല്ലാം ഓർമ്മയുണ്ട്. ഇവൻ പറയുന്നുണ്ട്, ആംബുലൻസിൽ കയറി കഴിഞ്ഞപ്പം മണിക്കൂട്ടാ ഞാൻ വിളിച്ചു, അവൻ മിണ്ടിയില്ല, പിന്നെ ഞാനും അങ്ങ് കിടന്നു എന്ന് പറഞ്ഞു. ഇത്ര ഓർമ്മയുള്ള അവിടുന്ന് വരുന്ന കാര്യം ഓർമ്മയുണ്ട്. പിന്നെ ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യം മാത്രം ഇവന് ഓർമ്മയില്ല. എന്താണെങ്കിലും ഈ വണ്ടി കിടന്ന സ്ഥലത്ത് നിന്നും 2.5 കിലോമീറ്റർ ദൂരെ മാറിയാണ് മണിക്കുട്ടൻ കിടന്നത്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. അറിയണം എങ്ങനെ സംഭവിച്ചെന്നുള്ളത്. അത് വേറൊരു വണ്ടി വലിച്ചുകൊണ്ട് പോയതാണേലും എനിക്ക് തോന്നുന്നില്ല. ഇവൻ്റെ ഫോണിന് ഡിസ്പ്ലേ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. ഇവൻ്റെ പേഴ്സ് കിട്ടിയിട്ടില്ല. ഈ സിബുള്ള ടൈപ്പ് പാൻറ് കിട്ടെ, ആ പാൻറ് വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ അത്രയും ദൂരം വലിക്കുക. ഒരു
കുറച്ചൊക്കെ നീ കഴിയുമ്പോൾ കീറി പോകുന്ന ടൈപ്പ് പാൻറ്റാണ്. ജീൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെയും വിശ്വസിക്കാം. എന്നാലും നമ്മൾ പോലീസുകാർക്ക് 2 മാസത്തോളം ടൈം കൊടുത്തു. ഈ 2 മാസം കൊണ്ട് ആ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലോ? കുറച്ച് പൈസ ഉണ്ടായിട്ടുണ്ട്. ഈ മാല പണയം വെച്ച് സംബന്ധിച്ചാണ് നമുക്ക് ഈ അടക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിതെല്ലാം അറിയണേ. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തായാലും 50,000 രൂപയോളം കാണേണ്ടതാണ്. ആ പേഴ്സും കിട്ടിയിട്ടില്ല, പൈസയും കിട്ടിയിട്ടില്ല നമുക്ക്. ഈ വാഹനം വലിച്ചുകൊണ്ട് പോയ രീതിയിലുള്ള പാടുകൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടു? പുറം മൊത്തം വലിച്ചിട്ടുണ്ട്, ഒരഞ്ഞുണ്ട്. പക്ഷേ ഈ 2.5 കിലോമീറ്റർ എന്തായാലും വലിച്ചിട്ടുമില്ല. അതാണ് നമുക്ക് ഡൗട്ട്. അങ്ങനെയാണെന്ന് കുറച്ച് ദൂരമൊക്കെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. വലിച്ചിട്ടും ഹെൽമെറ്റും തലയിലുണ്ടായിരുന്നു. ഇവന് കിട്ടുമ്പോഴും ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റിൻ്റെ ബാക്കി ഭാഗം മാത്രമേ ഒരഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവന് മരണകാരണം ബ്രെയിൻ ഡെത്താണ്. പക്ഷേ ഫ്രണ്ട് ഭാഗമാണ് ഇടിച്ചിട്ട് ക്ഷതമേറ്റിട്ടുള്ളൂ. പിന്നെ പെടലി സൈഡ്, പിന്നെ ദേഹത്ത് മൊത്തം ഒരു 41 മുറിവോളം ഉണ്ട്. പുറത്തെ മുറിവ് നമുക്ക് വിശ്വസിക്കാൻ വലിച്ചുകൊണ്ട് പോയി. പക്ഷേ ഫ്രണ്ടിലൊക്കെ അത്ര മുറിവ് വരുന്നത് എന്താണെന്നാണ്. ഉണ്ട്. കൈകൾക്കും നല്ല മുറിവുണ്ട്. ഒരു കാലിൻ്റെ ഈ ഇടത്തെ കാലിൻ്റെ കണ്ണയ്ക്ക് മാത്രമേ ചെറിയ മുറിവുള്ളൂ. അല്ലാതെ ഇടത്തെ കാലിന് വേറെ മുറിവ് വന്നിട്ടില്ല. ഉറഞ്ഞു പോയതിൻ്റെ പുറം സൈഡിലാണെങ്കിലും ഒന്നുമില്ല. പിന്നെ FIRൽ കൈ പൊള്ളിയിട്ടുണ്ടെന്നും പറഞ്ഞ് പോലീസുകാർ, പക്ഷെ അത് പോസ്റ്റ്മോർട്ടത്തിലില്ല. പിന്നെ നെഞ്ചിൻ്റെ അവിടുത്തെ പാട് അത് FIRൽ ഇല്ല, പോസ്റ്റ്മോർട്ടത്തിലുണ്ട് താനും. ഇതൊക്കെ നമുക്ക് സംശയിക്കാനാണ് തോന്നുന്നത്. ഇതുവരെയായിട്ട് നോർമൽ ഒരു ആക്സിഡൻ്റ് ആയിട്ടാണെങ്കിൽ 2 മാസം കൊണ്ട് അവർ പോലീസുകാർ കണ്ടുപിടിച്ച് തരേണ്ടതല്ലേ. അതാണ് നമുക്ക് സംശയിക്കാനുള്ളത്. ഈ സംഭവത്തിലെ ദുരൂഹത അകറ്റണമെന്ന് ആവശ്യമായാണ് മുഖ്യമന്ത്രി സമീപിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ ദുരൂഹത എല്ലാം മാറ്റി നമുക്ക് അവനെന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടേ ഉള്ളൂ. എന്തായാലും നമുക്കിത് കണ്ടുപിടിച്ച് തരണം. എൻ്റെ മുകളിലുള്ളവരാണെങ്കിലോ പിന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നമുക്കൊരു നീതി കിട്ടിയാലെന്ന് മനസ്സിലായി. നമുക്ക് ഇത്ര നാളും കൊണ്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് അവർക്കെതിരായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഈ 2 മാസമായിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. നമ്മളോടൊന്ന് വിളിച്ചു ചോദിക്കുകയോ ഒന്നുമില്ല. അവൻ്റെ ഫോൺ കൊടുത്തിട്ട് തന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് ഫോൺ ഏതാന്ന് പോലും അറിയത്തില്ല. അതിന് ഞാൻ അവരോട് ചോദിച്ചു, ഇവൻ്റെ പേരിൽ ഇങ്ങനെ കേസുണ്ടാക്കിക്കൊണ്ടാണോ നിങ്ങൾ മനഃപൂർവ്വം അന്വേഷിക്കാത്തതാണോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും അല്ലെന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെയാണ് ഈ പിക്കപ്പിൻ്റെ ബ്ലറായിട്ടുള്ള ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നതും. പിന്നെ അവൻ്റെ നമ്പർ വരെ ചോദിക്കുന്നത് ഞാനന്ന് ചെന്ന് കഴിഞ്ഞിട്ട്, ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ച് ചോദിക്കുക അവർ ചെയ്തത്. രോഗിയായ അമ്മയടങ്ങിയ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ 23-കാരനെയാണ് നഷ്ടമായിരിക്കുന്നത്. ഈ അപകടം സംഭവിച്ചത് എങ്ങനെയെന്ന് അറിയാനുള്ള അവകാശം ഇവർക്കുണ്ട്. ഒട്ടേറെ സംശയങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. മാല പണയം വെച്ചതുൾപ്പെടെ ഉള്ള സംഭവങ്ങളും മകൻ ബൈക്ക് കിടന്നതിന് 2.5 കിലോമീറ്റർ ദൂരെ മാറി എങ്ങനെയാണ് മകൻ കിടന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രാഥമികമായി ഈരാറ്റുപേട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പറയുന്നത് ഇത് ബൈക്ക് അപകടം തന്നെയെന്നാണ്. ഈ ഒരു വാഹനം, അതായത് ഒരു പിക്കപ്പ് വാഹനം അതുവഴി കടന്നുപോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ വാഹനത്തിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നതിനിടയിലായിരിക്കാം അല്പദൂരം നീങ്ങി മാറിയതെന്നുമാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. ഏതായാലും ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സമീപിച്ചിരിക്കുകയാണ് മണിക്കുട്ടൻ്റെ മാതാപിതാക്കളും സഹോദരിയും. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.